എല്ലാവർക്കും ഡീഫെഡിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഓറിയോ മിൽക്ക് ഷേക്ക്. ഷേക്കൊക്കെ എല്ലാവരും കുടിച്ചിട്ടുണ്ടാകും, പക്ഷേ ഓറിയോ മിൽക്ക് ഷേക്ക് ഒരു കേക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ ഓറിയോ മിൽക്ക് ഷേക്കാണ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, കുറച്ച് പേർക്കൊക്കെ അറിയില്ലായിരിക്കും. പക്ഷേ അറിയണവരും ഇപ്പോൾ ഇത് കാണാൻ എനിക്കറിയാമെന്നൊക്കെ പറയും. പക്ഷേ ചിലപ്പോൾ വേറെ വല്ല രീതിയിലായിരിക്കും അവർക്കറിയാം, ഇതും വേറെ രീതി വല്ലതായിരിക്കും. അപ്പോൾ അറിയണവരായാലും അറിയാത്തവരാണെങ്കിലും എൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണുക, മാക്സിമം ഫുള്ളായിട്ട് തന്നെ ഇത് കാണുക. പിന്നെ ആവശ്യം 3 ടീസ്പൂൺ പഞ്ചസാര, ഐസ്ക്രീം, പിന്നെ നമ്മുടെ ഗ്ലാസ്, ഓറിയോ ബിസ്ക്കറ്റ്, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സംഭവം വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ മാക്സിമം ഫുൾ കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും ഞാൻ പറയണതാണ്. നമ്മളെ കേക്കിന് ടേസ്റ്റ് നമ്മളത് ഇതുപോലെയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോണേ. വെക്കേഷനായിട്ട് വന്നതാണ് എൻ്റെ വീട്ടിലേക്ക്. സ്കൂളൊക്കെ അടച്ചു, പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവനാണ് എൻ്റെ കേക്കിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നല്ലൊരു കേക്കാണ്. അപ്പോൾ കേക്കിന്ന് ക്യാമറമാനാണ് തീറ്റ തന്നെ. നല്ലൊരു കേക്കാണ്, സോറി ഒക്കെ തെറ്റാണല്ലോ. നല്ലൊരു ഷേക്കാണിത്, ഓറിയോ മിൽക്ക് ഷേക്ക്. ഫുൾ കാണാൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലെ ബെൽ ബട്ടൺ കൂടി തൊട്ടൊന്ന് എനേബിൾ ചെയ്ത് എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും വരെയായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിട്ടാലോ. അപ്പോൾ നമുക്ക് വേണ്ടത് പാക്കറ്റ് പാലാണ്. സാധാ പാലാണെങ്കിൽ വീട്ടിലത്തെ കാച്ചെടുത്താൽ മതി. ഇത് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പാണ്. ഡയറി മിൽക്ക് കുറുക്കിയതായാലും മതി. 2 സ്ട്രോ, കത്രിക, ഐസ്ക്രീം, വാനില ഐസ്ക്രീം 90 രൂപയാണ് ഇതിന് വരുന്നത്. പിന്നെ ഗ്ലാസ് വേണം, പാക്കറ്റ് വേണം, പാക്കറ്റിൽ നിന്ന് ഓറിയോയുടെ ഇത് വേണം, മിക്സിയുടെ ജാറ് വേണം, പ്ലേറ്റ് വേണം, ഓറിയോ ബിസ്ക്കറ്റ് വേണം. ഞാനിവിടെ ചോക്ലേറ്റ് എടുത്തേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പാലിൻ്റെ എടുക്കാൻ, വേണമെങ്കിൽ പല പല ഫ്ലേവറൊക്കെ എടുക്കാൻ, ഐസ്ക്രീം കുഴപ്പമില്ല. പിന്നെ ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളത് പൊട്ടിച്ചിടാണ് ആ പ്ലേറ്റിലേക്ക്. വീഡിയോയുടെ ടൈം കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ സ്പീഡിൽ ചെയ്യണത്. സ്പീഡിൽ ചെയ്യണോണ്ടാണ് കുറച്ച് കുലുക്കാൻ കൂടുതൽ. 15 മിനിറ്റൊക്കെയാണ് ഇത് ഉണ്ടായത്. ഇപ്പം ഞാൻ 9 മിനിറ്റും 28 സെക്കൻഡും ആക്കിയതാണ്. നമ്മൾ 2 ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം മാത്രം ചൊരഞ്ഞെടുത്ത് പ്ലേറ്റിൽ വയ്ക്കുക, എന്നിട്ട് അതിടുക. അപ്പോൾ 4 കഷ്ണങ്ങളാവും. ഉണ്ടോ? ഞാനോട് കത്തി കൊണ്ട് ഒരെണ്ണം സ്പൂൺ കൊണ്ട്. പിന്നെ അത് നമ്മളൊന്ന് അടിച്ചെടുക്കുക. എന്ന് വെച്ചാൽ കേക്കിൻ്റെ മുകളിലിടാനാണിത്. അപ്പോൾ 4 ഞാൻ ഒന്ന് അടിച്ചെടുത്തു. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ബിസ്ക്കറ്റും നമ്മൾ അതിലിട്ടു, ക്രീം അടക്കം. എന്നിട്ടൊന്ന് അടിച്ചെടുത്തു. നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഉണ്ടായി. സൈഡിൽ മതിലൊക്കെ പോലെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ക്രീം. എല്ലാം ഞാൻ ഒന്ന് മിക്സ് ചെയ്തു. ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പാക്കറ്റ് പാലാണ്, ഞാൻ കാച്ചിട്ടില്ല. ഒഴിച്ചപ്പോൾ താഴത്തൊക്കെ പോയി. നിങ്ങൾ താഴത്തൊന്നും പോകാണ്ട് ഒഴിക്കാൻ ശ്രമിക്കുക. മര്യാദയ്ക്കൊന്നും ഒഴിക്കുക. പെട്ടെന്ന് വെച്ചാൽ ഈ കുഴപ്പമൊന്നും ഇല്ല. ക്യാമറമാന് മര്യാദയ്ക്ക് എടുക്കാൻ വേണ്ടി ഞാൻ പതുക്കെ ഒഴിച്ചു. പിന്നെ ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തേക്കണത്. നിങ്ങളുടെ ബിസ്ക്കറ്റും പാലും ഒക്കെ അനുസരിച്ച് നിങ്ങൾ എടുക്കുക. പിന്നെ ഞാൻ ഐസ്ക്രീം എടുക്കുന്നുണ്ട്. നമ്മൾ വാനില ഐസ്ക്രീം കുറച്ചൊന്ന് മെൽറ്റാക്കുക. അത്രയ്ക്ക് കട്ടയൊന്നും വേണ്ട. ഞാൻ വാനില ഐസ്ക്രീമാണ് ഞാനിവിടെ ഉള്ളത്. ഒരു 2-3 ടീസ്പൂൺ വാനില ഐസ്ക്രീം ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലിടാം ടേസ്റ്റ്. ഇത് ഞാൻ എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തു. പഞ്ചസാരയും ഐസ്ക്രീമും ഈ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തു. പിന്നെ നമ്മൾ ആ ചോക്ലേറ്റ് സിറപ്പ് വാങ്ങിച്ചത് ഒരു ബൗളിലാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്ലാസ്സിൽ ഒന്ന് ജസ്റ്റ് അങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ടിയായിട്ടിരിക്കും, ഒരു ഭംഗിക്ക് വേണമെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ബൗളിൽ ഡയറി മിൽക്ക് എടുത്തിട്ട് അതിൻ്റെ ചുറ്റും ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാലും ഒന്ന് ഉരുകിനെ ചെയ്യാം. പിന്നെ നമ്മൾ ആ മിക്സിയിൽ തയ്യാറാക്കി അത് അതിലേക്കൊന്ന് ഇട്ടു. അതിന് ശേഷം ഐസ്ക്രീം ഇട്ടു. നമ്മൾ ഇങ്ങനെ ഏറ്റവും ആദ്യം അടിച്ചു വെച്ച പൊടി ഈ മുകളിൽ കൂടി ഇടുക. പിന്നെ നമ്മുടെ ആ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒന്ന് ഇടുക. നല്ലൊരു ഭംഗിയാക്കുക. എന്നിട്ട് ഇതിൽ അടിച്ചു വെച്ച പൊടി ഇട്ടു. നല്ലൊരു ഭംഗിയാക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും, അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും, ഉറപ്പാണ്. അടിപൊളി ടേസ്റ്റിന് വരും. സ്ട്രോങ് കുത്തി ഞാൻ അടുക്കളയിൽ വെച്ചാണ് ചെയ്യുന്നത്.
കഴിഞ്ഞു. നമ്മുടെ ഓരോ മിൽക്ക് ഷേക്ക് അടിപൊളി ടേസ്റ്റാണ്, ഞാൻ തന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ എൻ്റെ അനിയനെ ഞാൻ വിളിക്കാണ്, വാ ടേസ്റ്റ് ചെയ്തോ. എന്നാ 2 ഗ്ലാസ് ഉണ്ട്, ഇതിന്ന് ടേസ്റ്റ് ചെയ്തേ. പിടിക്കോ? ഓക്കെ, ഇനി ഇതിന്ന് 4 ഗ്ലാസ് ഉണ്ടാക്കിയിട്ട് വീട്ടിലെല്ലാവർക്കും കൊടുക്കണം. 6 പേരുണ്ടാക്കും, എല്ലാവർക്കും കൊടുക്കണം. ഓടിക്കില്ലേ? പകുതിയോളം കുടിച്ചെടുത്തിന് എല്ലാവർക്കും കൊടുക്കണം. പിന്നെ ഒരെണ്ണം ഫ്രിഡ്ജിലിരിക്കണമുണ്ട്. അപ്പോൾ നല്ലൊരു ഷേക്കാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയുക. എൻ്റെ എന്ത് വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാൻ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ. സത്യമായിട്ട് പറയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് ഇല്ലേ? ഇല്ലേ? ഉണ്ട്. സൂപ്പർ അല്ലേ? ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണല്ലോ അല്ല. അപ്പം എല്ലാവരും പറയണത് സൂപ്പറായി എന്നാണ്. ഞാനും അങ്ങനെ തന്നെയാണ് പറയണേ. ഞാനിപ്പോൾ പൊങ്ങി അവിടെ പോയി ഇടിക്കും. അപ്പോൾ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വല്ല പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും കുടിച്ചൊന്ന് ആസ്വദിക്കട്ടെ. സന്തോഷമുള്ള ജീവിതമാണ് നല്ല വ്യക്തിയുടെ ശക്തി. നിർത്തി. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.